പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് അനിൽ. നിങ്ങളുടെ ചർച്ചയിൽ ഞാനും പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആലപ്പുഴ നിവാസിയാണ്. ആലപ്പുഴയിലെ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്. എൻ്റെ ഇടവകയിൽ ഞാൻ ഒരു 12 വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകനായി സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഞാൻ വിദേശത്താണ്. എന്നെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിശ്വാസ സംബന്ധമായുള്ള കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കുമ്പോഴും വേദപുസ്തകത്തെക്കുറിച്ച് എനിക്ക് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കത്തോലിക്കരായിട്ടുള്ള ഞങ്ങൾക്ക് സിലബസ് ഉണ്ട്. ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കേണ്ട സിലബസ് ഉണ്ട്. ഞാൻ 8, 9 ക്ലാസ്സുകളിലായിരുന്നു കൂടുതൽ നാൾ പഠിപ്പിച്ചിരുന്നത്. ഈ 12 വർഷത്തിൽ പല ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയായിരുന്നു. അതുകൊണ്ട് തന്നെ സഭാചരിത്രത്തെക്കുറിച്ചാണ് 9ാം ക്ലാസ്സിൽ അന്നത്തെ സിലബസ് അനുസരിച്ച് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് 9ാം ക്ലാസ്സിലുള്ളത്. അപ്പം അങ്ങനെ പോയതുകൊണ്ട് ബൈബിളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ നമ്മുടെ അധികം കോണ്ടാക്റ്റ് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും കുറേ നല്ല സ്റ്റുഡൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ബൈബിളിലെ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായിട്ട് നമ്മുടെ തീക്ഷ്ണതയുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് സൺഡേ സ്കൂളിൻ്റെ സിലബസ് പെട്ടെന്ന് തീർത്തിട്ട് ബാക്കിയുള്ള സമയത്ത് കുർബാനയെക്കുറിച്ചും നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നല്ലോ സാറേ, എന്താണ് വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കരുത്, ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിങ്ങൾ ഉണ്ടാക്കരുത്, അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഞാനത് വായിച്ചു വിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കതിൽ വലിയ ഇമ്പമൊന്നും തോന്നിയിട്ടില്ല. വീണ്ടും വീട്ടിൽ ചെന്ന് ഞാനത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും സത്യമാണ്, അവിടെ ഒന്നിൻ്റെയും മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നിങ്ങൾ ഉണ്ടാക്കരുത്, അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ ഒരു കോമ ഇട്ടിട്ടാണ് ആരാധിക്കുകയോ ചെയ്യരുത്. വണങ്ങരുത്, ആരാധിക്കരുത്. എൻ്റെ പള്ളിയിൽ നോക്കുമ്പോഴത്തേക്കും ആദ്യം കുർബാന തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ഇരിക്കുന്ന രൂപങ്ങളിലേക്ക് ധൂപാർച്ചന ചെയ്യുന്ന പുരോഹിതനെ കണ്ട് ശീലിച്ച ഞാൻ ധൂപാർപ്പണം ചെയ്തതിന് ശേഷം, ധൂപം കാട്ടിയതിന് ശേഷം പുരോഹിതൻ ആ വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ വണങ്ങാറുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലും ഒരു ചിന്ത വന്നു, ഇത് തെറ്റല്ലേ? കാരണം സ്വരൂപം ഉണ്ടാക്കരുത്. നമ്മൾ പറയുന്നത് സ്വരൂപം എന്നാണ്. കത്തോലിക്കരെല്ലാവരും പറയുന്നത് അത് വിഗ്രഹമല്ല, അത് സ്വരൂപമാണ്. ഒന്നിൻ്റെയും സ്വരൂപമോ പ്രതിമയോ അല്ലെങ്കിൽ ഇമേജസ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ കാണാം. ഇമേജസ് ഓർ ഐഡൽസ് ഓർ സ്റ്റാച്യൂസ് ഒന്നിൻ്റെയും ഉണ്ടാക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നു. ഈ സംശയമായിട്ട് എൻ്റെ സഹപാഠിയായിട്ടുള്ള വികാരി അച്ഛനടുക്കൽ ഞാൻ ചെന്നു. വികാരി അച്ഛൻ ഒരു ചിരിയോടുകൂടി എന്നെ സ്വീകരിച്ചു. പെന്തക്കോസുകാർ വല്ലതും പിടിച്ചു എന്ന ആദ്യത്തെ ചോദ്യം തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെന്തക്കോസുകാരെ എന്നെ പിടിക്കേണ്ട കാര്യമില്ല, അവരറിയത്തില്ല, എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കാനായിട്ടാണ്. അത് നല്ല കാര്യമാണ്. വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എടാ, ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ദൈവം തന്നെ 3-4 പേജ് മറിച്ചു കഴിഞ്ഞ് നീ വായിച്ചു നോക്കി, അവിടെ പിത്തള സർപ്പത്തെ ഉണ്ടാക്കാനായിട്ട് പറയുന്നു. അപ്പം ദൈവത്തിന് 2 അഭിപ്രായമുണ്ടോ? വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കെരൂബുകളെ ഉണ്ടാക്കി, സമാഗമന കൂടാരത്തിൽ കെരൂബുകളെ ഉണ്ടാക്കി വെക്കാനായിട്ടും ചിത്രപ്പണിയിൽ കെരൂബുകളെ തുന്നിച്ചേർക്കാനായിട്ടും ഒക്കെ പറയുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സഭയെക്കുറിച്ച് ഞാൻ വളരെയേറെ അഭിമാനം കൊണ്ടു. ഹർഷപുളകിതനായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, അത് പെന്തക്കോസുകാരുടെ ടീച്ചിങ് ആണ്, നമുക്കങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ സാഹചര്യം, ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈ വിഗ്രഹങ്ങളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവർക്കതൊരു ഡിറ്റാച്ച്മെൻ്റ് വിഗ്രഹങ്ങളിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞതാണ് ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ദൈവം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തു. അതുമല്ല, ശില്പവേലയിൽ വലിയ കഴിവ് കൊടുക്കുന്ന 2 പേരെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അവരുടെ ദൈവാത്മാവിനാൽ നിറച്ച ശില്പങ്ങളെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. പിന്നീട് സോളമൻ തൻ്റെ ദേവാലയത്തിലും ഒത്തിരി ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതായിട്ടും കൊത്തുപണികൾ ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒന്നിനെയും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം ഇവിടെ ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്നുമില്ല. ഞാൻ വളരെ സാറ്റിസ്ഫൈഡായി. കാലങ്ങൾ മുന്നോട്ട് പോയി. പിന്നീട് കുറേ ഇങ്ങനെ ബൈബിൾ വായിക്കുന്ന സമയത്ത് അതൊരു ബൈബിൾ വായന ഒരു ശീലമായിട്ട് മാറാനായിട്ട് സാഹചര്യം, ഒരു മുസ്ലിമാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്.
അയാൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അയാൾക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ബൈബിൾ വായിച്ചു തുടങ്ങിയത്. പക്ഷേ ബൈബിൾ എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അത് പിന്നെ അതൊരു ജീവിത ശീലമായിട്ടങ്ങ് മാറി. വാട്ട് എവർ ഇറ്റ് മേ ബി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു കാഴ്ച കാണാനായിട്ടിടയായി. നെഹുഷ്താൻ ഈ സർപ്പത്തിനെ പിത്തള സർപ്പത്തിനെ മോശ ഉയർത്തിയ പിത്തള സർപ്പമായിട്ടുള്ള നെഹുഷ്താനെ ധൂപം, പിന്നീട് വന്ന തലമുറ ധൂപമാട്ടി അതിനെ വണങ്ങുകയും അതിനെ ദൈവതുല്യമായിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്തു എന്ന് അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും ധൂപം കാട്ടി എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ അന്നുണ്ടായിരുന്ന രാജാവ് ആ വിഗ്രഹത്തെ തകർത്ത് പൊടിച്ച് നശിപ്പിച്ച് കളയുന്നതായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. എനിക്ക് സംശയമായി, അപ്പം ധൂപമാട്ടുന്നത് തെറ്റാണോ? ഇതുമായിട്ട് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, ധൂപമാട്ടാനായിട്ടോ അല്ലെങ്കിൽ ഈ വിഗ്രഹം തകർക്കാനായിട്ടോ കർത്താവിൻ്റെ കൽപ്പനയൊന്നും ഉണ്ടായില്ല. അത് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത കൊണ്ട് പിത്തള സർപ്പത്തെ തകർത്ത് കളഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടമായത് ഒരു വലിയ മോണമെൻ്റ് അല്ലെങ്കിൽ ഒരു വലിയ സ്മാരകം ഇല്ലാതായി എന്നേ ഉള്ളൂ. പക്ഷേ വീണ്ടും വീട്ടിൽ ചെന്ന് തുടർന്ന് വായിച്ചപ്പോഴത്തേക്കും ഈ ഹെസ്കിയ രാജാവിൻ്റെ പ്രവൃത്തിയിൽ കർത്താവ് സംതൃപ്തനായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആയുസ് വരെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അദ്ദേഹം ചെയ്തത് ഇഷ്ടമായില്ലെങ്കിൽ ദൈവം അദ്ദേഹത്തോട് കോപിക്കുകയല്ലേ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ ഈ അച്ഛനോട് ചോദിക്കുന്ന കാര്യം അങ്ങ് നിർത്തി. കാരണം നമുക്ക് അനുകൂലമായിട്ടുള്ള കുറേ മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ബൈബിൾ വായന തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പിന്നീട് ധ്യാനത്തിന് കുറച്ചുകൂടെ പ്രായമായ കല്യാണത്തിന് മുമ്പ് ഒരു ധ്യാനം കൂടണമെന്ന് ചിന്തയുണ്ടായി. അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തി. അവിടെയുള്ള ചില ഈ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേർക്ക് ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ വചനം എടുക്കുമ്പോഴെല്ലാം വിഗ്രഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ, വിഗ്രഹ നിർമ്മാണമാണ് എല്ലാത്തരം തിന്മയുടെയും തുടക്കം എന്നുള്ള വചനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ചെന്ന് ചോദിക്കുന്ന കത്തോലിക്കരായിട്ടുള്ള പുരോഹിതന്മാരുടെയൊക്കെ എല്ലാം പറയുന്നത് ഇത് വിഗ്രഹം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിഗ്രഹമാണ് എന്നുള്ളതിന് തെളിവായിട്ട് എനിക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ, കാരണം ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമുണ്ട്. അത് ആലപ്പുഴ അർത്തുങ്കൽ ബസിലിക്കയാണ്. പിന്നീട് ഞങ്ങൾക്ക് എടത്തുവ ഗീവർഗീസ് സഹദായുടെ ഒരു വലിയ പള്ളിയുണ്ട്. അതും ഞങ്ങൾക്ക് ഫേമസ് ആണ്. പിന്നീട് ഞങ്ങൾക്ക് തുമ്പോളി മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെയും ഫേമസ് ആണ്. പിന്നെ ഏറ്റവും റീസെൻ്റായിട്ട് പുതിയ പേരൊക്കെ ഇട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ആവിഷ്കാരമൊക്കെ ഉണ്ടാക്കി പുതിയ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു പഴയ സ്ഥാപനത്തെ പുതുക്കി കൊണ്ടുവന്ന കൃപാസനമുണ്ട്, IMS ധ്യാന കേന്ദ്രമുണ്ട്. ഇങ്ങനെ ഉള്ള സമ്പന്നമായിട്ടുള്ള സ്ഥലത്താണ്, ആത്മീയമായിട്ട് സമ്പന്നതയുണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളിന് പോകുമ്പോഴത്തേക്കും ഞാൻ കാണുന്ന കാഴ്ച, ഈ പെരുന്നാളിൻ്റെ സമയത്ത് നിലവറയിൽ നിന്ന് വളരെ ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആ പ്രതിഷ്ഠയെ നട തുറക്കുന്ന ഒരു ആചാരത്തോടുകൂടി അമ്പലങ്ങളിൽ എങ്ങനെയാണോ നട തുറന്ന് വിഗ്രഹങ്ങളെ ദർശിക്കുന്നത്, അതേ റിച്വൽസോടുകൂടി ചെണ്ടമേളവും വാദ്യമേളവും സ്തുതിഗീതികളും എല്ലാമായിട്ട് നട തുറന്ന് മണിയടിയും എല്ലാം ഡിറ്റോ അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാറുണ്ട്. നട തുറന്ന് വിഗ്രഹത്തെ ദർശനം ചെയ്ത് സായുജ്യമടഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വരാറുണ്ട്. ഇതിനുശേഷം അവിടുത്തെ ആ പെരുന്നാൾ സീസൺ കഴിഞ്ഞതോടുകൂടി ഈ വിഗ്രഹത്തെ എല്ലാം കൂടെ ഷട്ടപ്പ് ചെയ്ത് മൂടി പുതച്ച് വീണ്ടും കൊണ്ട് നിലവറയിൽ സൂക്ഷിക്കാറുണ്ട്. വീണ്ടും അടുത്ത വർഷമാണ് ഇതെടുക്കുന്നത്. ഏകദേശം തുമ്പോളിയിലും ഇത് കണക്ക് തന്നെ. തുമ്പോളി മാതാവിൻ്റെ പെരുന്നാൾ വരുമ്പോഴത്തേക്കും ഈ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നെന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക വിഗ്രഹം, ഏതെങ്കിലും മാതാവിൻ്റെ രൂപമല്ല, ഈ പ്രത്യേക രൂപം കൊണ്ടുവന്ന് അതിനെ ഉടയാടകളും വസ്ത്രങ്ങളും ഒക്കെ അണിയിച്ച് കമ്മലും ജിമിക്കയും ഒക്കെ ഇട്ട് സ്വർണ്ണ വിഭൂഷിതയായി സ്വർണ്ണ കിരീടവും ഒക്കെ വെച്ച് വലിയ ആഘോഷത്തോടു കൂടി ഇവിടെയും നട തുറന്ന്
ദർശനം നടത്തി, പിന്നീട് ആ ദർശനം നടത്തിയ വിഗ്രഹം എടുത്ത് കടപ്പുറം വരെ കൊണ്ടുപോയി ആഘോഷമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ മാത്രമാണ് അവിടെയുള്ള എല്ലാ വിശ്വാസികളും നേർച്ച നടത്തുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും വണങ്ങുകയും ധൂപാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എടത്വായിലും ഇതുപോലെ തന്നെ. IMSലും താമരയിലിരിക്കുന്ന ഒരു മാതാവ്. എടത്വായിലാണെങ്കിൽ ഒരു കോങ്കണ്ണ് പോലെയുള്ളൊരു വിഗ്രഹമുണ്ട്. ഒരു വല്ലാത്തൊരു വിഗ്രഹമാണ്. അത് കണ്ടാൽ തന്നെ ഒരുമാതിരി തോന്നും. ആ പ്രത്യേക വിഗ്രഹത്തിൻ്റെ മുന്നിൽ മാത്രമാണ് ഈ പാമ്പിനെ സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ കൊണ്ടിരുത്തി. എന്തെല്ലാം റിച്വൽസ് ഹൈന്ദവർ ചെയ്യുന്നുവോ അതിൻ്റെ ജസ്റ്റ് ഇമിറ്റേഷനാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് കത്തോലിക്ക സഭ സ്വരൂപം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്ന് അത് ആ ഇടവകയിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് ലോകം മുഴുവനിലും എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം ഇത് വിഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. കാരണം എൻ്റെ പെങ്ങളെ, കസിൻ സിസ്റ്ററിനെ കെട്ടിച്ചത് എടത്വ പള്ളിയിലെ ഒരു ഇടവക വീട്ടിലേക്കാണ്. അവിടെയും വാതിക്കൽ വെച്ചിരിക്കുന്നത് ആ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് അത് എൻലാർജ് ചെയ്ത് ഫ്രെയിം ചെയ്ത് അതിന് എല്ലാ ദിവസവും അവർ തിരി കത്തിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വിഗ്രഹാരാധനയുടെ ഡിറ്റോയാണ്. കാരണം വിഗ്രഹാരാധകരെന്ന് നമ്മൾ പറയുന്ന മറ്റ് നമ്മുടെ സഹോദര വിശ്വാസികൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വിഗ്രഹമാണല്ലോ. അപ്പം ഇതിൽ നിന്ന് മാറാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ സഭ മാറുക, പെന്തക്കോസിൽ ചേരുക, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ വിഗ്രഹങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റുക. എൻ്റെ സഭ മാറുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഈശോയെ ആരാണെന്നും എൻ്റെ സഭയുടെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് സഭ മാറുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. ഇന്നും പറ്റത്തില്ല. ഇന്നും ഞാൻ കത്തോലിക്കനായി തന്നെ തുടരുന്നു. പിന്നെ പെന്തക്കോസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിശുദ്ധ കുർബാനയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ പോകാനായിട്ടും എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരുടെ രീതികളോട് എനിക്ക് ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും തമ്മിൽ ഭേദം തൊമ്മി എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ അതിൽ പെർഫെക്ഷൻ ഒന്നും ഞാൻ കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സഭയിൽ തന്നെ നിൽക്കാനായിട്ട് ഇടയായി. പിന്നീട് എന്നെ ഇതിനെക്കുറിച്ച് വളരെയേറെ ചിന്തിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ സുവിശേഷ വേലകളിലും എല്ലാ ധ്യാന പ്രസംഗങ്ങളിലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്, അല്ലേ? പല പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ എൻ്റെ ഉന്നതനായ യേശു മഹേശൻ അവൻ ഉയരത്തിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിത്യമായി ജീവിക്കുന്നു. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ജീവിക്കുന്ന ഒരാൾ. അപ്പം എൻ്റെ അപ്പൻ ജീവനോടെയുണ്ട്. ജീവനോടെ ഇരിക്കുന്ന എൻ്റെ അപ്പൻ്റെ ചിത്രം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് അതിനെ മാലയിട്ട് മുകളിൽ 0 ബൾബ് ഇട്ട് അതിൻ്റെ താഴെ മെഴുകുതിരിയും കത്തിച്ച് അതിന് ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും കൊണ്ടുവച്ച് അതിനെ ആരാധിക്കുക, അല്ലെങ്കിൽ പോട്ടെ ആരാധിക്കുന്നില്ല എന്ന് കത്തോലിക്കർ പറയുന്നു, അതിനെ വണങ്ങരുത് എന്ന് വചനമുള്ളപ്പോൾ അതിനെ വണങ്ങുകയും അതിൻ്റെ താഴെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അതിനെ പുക കൊള്ളിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ജീവനോടെ ഇരിക്കുന്ന അപ്പൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? പോട്ടെ, ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, എന്നെ അവർ നേരിട്ട് കാണുന്നില്ല. ഇപ്പോഴാണ് വാട്സപ്പൊക്കെ ഉണ്ടായത്, ഇപ്പോഴാണ് വീഡിയോ കോളൊക്കെ ഉണ്ടായത്. കുറേ വർഷങ്ങളൊന്നും ഞങ്ങൾ വിദേശത്ത് വന്ന സമയത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തും വല്ലപ്പോഴും വിളിക്കുന്ന ഫോൺ കോളുകളും മാത്രമായിരുന്നു അന്ന് ഞാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ബന്ധം നിലനിർത്താനായിട്ട് അവർക്കുള്ള ഏക ഉപാധി. എന്നാൽ അവരെന്തുകൊണ്ട് എൻ്റെ ഒരു ചിത്രമെടുത്ത് മതിലിൽ വെച്ച് 0 ബൾബ് വിട്ട് 2 തിരിയും കത്തിച്ച് പുറകിൽ കർട്ടനും ഇട്ട് താഴെ ചന്ദനത്തിരിയും കത്തിച്ച് വെച്ച് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം അവർ ഞങ്ങളുടെ കൂടെ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ബഹുമാനാർത്ഥം ഞങ്ങളത് വെച്ചേക്കാണെന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. സത്യമാണ്, നാഴികയ്ക്ക് 40 വട്ടം ജീവനോടെ എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന കർത്താവിൻ്റെ വാക്യം അൾത്താരയിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന പുരോഹിതൻ പോലും ജീവനോടെയുള്ളവൻ്റെ ചിത്രത്തിൽ മാലയിടുകയും അവൻ്റെ മുൻപിൽ തിരി കത്തിച്ച് അവൻ്റേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രൂപത്തെ വണങ്ങുകയും ചെയ്യുന്നത് ഇതല്ലേ വിഗ്രഹാരാധന? ഇത് വിഗ്രഹാരാധന അല്ലെങ്കിൽ പോലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ രീതി അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ മാലയിട്ട് ഇരുത്താറുണ്ടോ? മാലയിട്ട് അവരുടെ ചിത്രം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സാംസ്കാരികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ ജനത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. പിന്നെ എന്തുകൊണ്ട് ജീവനോടെ ഇരിക്കുന്ന എൻ്റെ ദൈവത്തെ
ഇവര് ഇങ്ങനെ മാലയിട്ട് വെച്ചേക്കുന്നു എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. വീണ്ടും ഈ ചിന്തയുമായിട്ട് പുരോഹിതരുടെ അടുക്കൽ അല്ലെങ്കിൽ എൻ്റെ എൽഡേഴ്സിൻ്റെ അടുക്കൽ സമീപിക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞത്, എടാ ഇതൊക്കെ പെന്തക്കോസ് ചിന്തകളാണ്, ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അതുകൊണ്ടുണ്ടാക്കി എന്നുള്ളത് പിന്നീട് തിരുവനന്തപുരംകാരനൊരു അച്ഛൻ ഭയങ്കരമായിട്ട് പ്രഘോഷിക്കുന്നത് കേട്ടു. എനിക്കതിൽ അഭിമാനം തോന്നി. ഞാനും ഒത്തിരി പേരുടെയൊക്കെ പറഞ്ഞു നടന്നു, ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. അഭിമാനത്തോടെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തുമ്പോളി പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്. തുമ്പോളി പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ അൾത്താരയുടെ മുകളിൽ പോർച്ചുഗീസുകാർ പണിഞ്ഞ പള്ളിയാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ പണിത പള്ളി, ഒരുപാട് പള്ളികൾ ഞങ്ങളുടെ ആലപ്പുഴയിൽ തന്നെയുണ്ട്. സീറോ മലബാർ സഭയിലും ഉണ്ട്, റോമൻ കത്തോലിക്ക സഭയിലും ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഏറ്റവും മുകളിൽ സീറോ മലബാർ പള്ളിയുടെ അൾത്താര എല്ലായിടത്തും ഒരേപോലെയുള്ള അൾത്താരകളാണ്. ഏകദേശം ഒരേ ഡിസൈനാണ്. രണ്ട് മാലാഖമാരപ്പുറം ഇപ്പുറം ഒരു വള്ളി ഒക്കെ ആയിട്ട് നിൽക്കുന്നതും, നടുക്ക് പരിശുദ്ധ അമ്മയുടെയും ചുറ്റും വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങളും സക്രാരിയും കുരിശുരൂപവും ഒക്കെ ആയിട്ട് എല്ലാം ഡിറ്റോ അതുപോലെ. പക്ഷെ അതിൻ്റെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ആലേഖനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല പ്രായം ചെന്ന ഒരു അപ്പാപ്പൻ. എനിക്ക് ആ അപ്പാപ്പൻ്റെ രൂപം കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഊട്ടിയിലേക്ക് ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂറ് പോയപ്പോഴത്തേക്കും ഊട്ടിയിലേക്കുള്ള വഴിയിൽ, ഊട്ടി എത്തുന്നതിന് തൊട്ട് മുൻപ് തണുപ്പ് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട്, കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയ ആ അപ്പാപ്പൻ്റെ ഒരു ചിത്രം. നല്ല നീളമുള്ള താടിയും അല്പം കഷണ്ടിയും ഒരു കറുത്ത ബ്ലാങ്കറ്റും ഒക്കെ ആയിട്ട് പുതച്ചിരുന്ന് അദ്ദേഹം തന്ന ചായയും അദ്ദേഹത്തിൻ്റെ ചിരിയും എൻ്റെ മനസ്സിൽ വന്നു. ആ മനസ്സിൽ വന്ന ചിത്രം ഈ അൾത്താരയുടെ മുകളിൽ ഇരിക്കുന്നു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ കണ്ടു അതുകൊണ്ടുണ്ടാക്കി, പെന്തക്കോസുകാർ കണ്ടില്ല അതുകൊണ്ട് അവരുണ്ടാക്കണ്ട. അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, പിതാവായ ദൈവത്തിനെ ഈ രൂപത്തിൽ ഏത് മനുഷ്യനാണ് കണ്ടത്? മോശ കണ്ടു എന്നൊക്കെ പറയുന്നു, അത് ഈ രൂപത്തിലായിരുന്നോ കണ്ടത്? അതായത് ജടാനരകൾ ബാധിച്ച് കഷണ്ടി കയറി തണുപ്പ് കൊണ്ട് ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ചിരിക്കുന്ന ഒരു ചിത്രം ഇതാണ്. ചിത്രത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ കിരീടധാരണമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് കണ്ടത് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഇതാരായി കണ്ടത്? ഈ കിളവനെയാണോ? സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു എന്ന് പറഞ്ഞ് അൾത്താരയിലെ വിരി മാറ്റുമ്പോഴത്തേക്കും ദൃശ്യമാകുന്നത് ജടാനരകൾ ബാധിച്ച ഈ അപ്പാപ്പനെയാണ്. ഈ അപ്പാപ്പനാണോ സർവാധിപനായിട്ടുള്ള, സർവശക്തനായിട്ടുള്ള കർത്താവ്, എൻ്റെ പിതാവായ ദൈവം? കണ്ടതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇത് എവിടെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അത് ഭാവനയാണ്. വീണ്ടും വീട്ടിൽ വന്ന് ബൈബിള് വായിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, മനുഷ്യൻ്റെ ഭാവനയോ ശില്പവിദ്യയോ ചേർന്ന് കല്ലിലോ സ്വർണത്തിലോ, ഇപ്പോഴത്തെ വ്യാഖ്യാനത്തിൽ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ തടിയിലോ ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹമാണ് ദൈവമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ദൈവത്തിൻ്റെതല്ല, അത് മനുഷ്യൻ്റെ ഭാവനയാണ്. മനുഷ്യൻ്റെ ഭാവനയെ, അതായത് മർത്യൻ തൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന സൃഷ്ടിയുടെ മുൻപിൽ മർത്യൻ തന്നെ വന്ന് ധൂപം അർപ്പിക്കുകയാണെങ്കിൽ അതാണ് വിഗ്രഹം, അതാണ് വിഗ്രഹാരാധന. അപ്പോഴച്ഛൻ പറഞ്ഞു തന്ന വേറൊരു കാര്യം, എടാ വിഗ്രഹാരാധന അതല്ല, നിന്റെ മനസ്സിൽ മറ്റെന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നതാണ് വിഗ്രഹാരാധന. ഉടനെ തന്നെ ഞാൻ വീട്ടിൽ പോയി ബൈബിള് മറിച്ച് നോക്കി. അവിടെ എഴുതിയേക്കുന്നത് അതും വിഗ്രഹാരാധനയോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതും വിഗ്രഹാരാധനയ്ക്ക് തുല്യമെന്ന് പറഞ്ഞേക്കുകയാണ്. അത് വിഗ്രഹാരാധന അതാണെന്നല്ല പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനായിട്ടുള്ള ആ പുരോഹിതൻ പറയുന്ന വാക്യം ഇതാണ്, ഉപോത്ബലകമായിട്ട് പറയുന്ന വാക്യം ഇതാണ്. 1 യോഹന്നാൻ 1:1, ആദ്യം മുതലുണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നു. വചനം അറിയാത്ത കത്തോലിക്കരുടെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തലയാട്ടി, വളരെ ഗുഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ വാക്യം വചനം അറിയുന്ന കത്തോലിക്കരുടെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, എൻ്റെ അനിലേ, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, 1 യോഹന്നാന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് അവിടെ നിർത്താതെ താഴോട്ട് 5-ാം അധ്യായം കൂടെ ഒന്ന് വായിച്ചേ. ഞാൻ വീട്ടിൽ വന്ന് 5-ാം അധ്യായം വായിച്ചു. ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഞങ്ങളിൽ അവരിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം.
നേരത്തെ ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞു, ഇവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. അറിയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. എന്താണ് ആ സന്ദേശം? ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. അവിടെ കൊണ്ട് നിർത്തരുതെന്ന് പറഞ്ഞ കത്തോലിക്കൻ വീണ്ടും താഴേക്ക് പറഞ്ഞു, അതേ ലേഖനം ഈ ഉണ്ടാക്കണം എന്ന് പുരോഹിതൻ പറയാനായിട്ട് എടുത്ത യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം വാക്യം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് വാദിച്ച അതേ ലേഖനത്തിന്റെ അവസാന അധ്യായം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അതേ യോഹന്നാൻ എഴുതിയിരിക്കുന്നു, കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. അപ്പം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ഉണ്ടാക്കാനാണോ പറഞ്ഞത്, അതോ ദൈവം പ്രകാശമാണെന്നുള്ള വലിയ ഒരു ബോധ്യം അവിടെ കൊടുക്കാനാണോ പറഞ്ഞത്, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാനാണോ പറഞ്ഞത്? എന്തിനാ നമ്മൾ ഈ സുവിശേഷ വേലയെന്നും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് നമ്മുടെ ആചാരങ്ങളെ വെള്ളപൂശുന്നത്? എത്ര വെള്ളപൂശിയാലും അടുത്ത വചന മഴ ഉണ്ടാകുമ്പോഴത്തേക്കും വചനം നമ്മുടെ മുൻപിൽ നിന്ന് ഇരിക്കുകയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കും. ഇതൊന്നെടുത്ത് വായിച്ചാൽ മാത്രം മതി നമുക്ക് ബോധ്യമാകാനായിട്ട്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെല്ലാം വർഷങ്ങളായിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് കള്ളം ഒന്നിൻ്റെ മേലൊന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പുരോഹിതരാണെങ്കിലും, നമ്മുടെ ധ്യാനപ്പട്ടക്കാരാണെങ്കിലും, നമ്മുടെ സൺഡേ സ്കൂളിലാണെങ്കിലും, നമ്മുടെ യുവാക്കളിലാണെങ്കിലും ഒക്കെ വചനം വെച്ചല്ല ഇവർ പറയുന്നത്. ഇവർക്ക് വട്ടമേശ കൂടിയിരുന്ന് ഉണ്ടാക്കിയ ഏതോ പുസ്തകം വെച്ചിട്ട് അവർ പറയുകയാണ്. അതിനെ ഓമന പേരിൽ CCC എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ പുസ്തകം വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന്. അപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി, നീ ആരെയാണ് അനുസരിക്കേണ്ടത്? അപ്പോസ്തല പ്രവർത്തികളിൽ രാജാവിൻ്റെ മുൻപിൽ വച്ച് ഇനി മേലിൽ നിങ്ങൾ യേശുവിൻ്റെ നാമം പറയരുത് എന്ന് താക്കീത് നൽകുന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ മുൻപിൽ നിന്ന് പൗലോസ്ലീഹായും പത്രോസ്ലീഹായൊക്കെ പറയുന്നൊരു സംഭവം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തെയോ അതോ നിങ്ങളെയോ? തീരുമാനം അധികം വൈകിയില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു സംശയമുണ്ടായി. അവൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി, മക്കൾക്ക് എന്നെക്കാട്ടിലേറെ ബോധ്യമായി. ഭാര്യയ്ക്ക് ബോധ്യം വന്നു, എങ്കിലും അവൾക്കൊരു സംശയം വന്നത്, കാര്യം നമ്മളെ പെന്തക്കോസുകാരെന്ന് വിളിക്കുമോ? നമ്മൾ പെന്തക്കോസിലൊന്നും പോയിട്ടില്ല, പക്ഷേ പെന്തക്കോസ് എന്ന് മുദ്ര കുത്തുമോ? കർത്താവിൻ്റെ പേരിൽ അങ്ങനെ കുത്തുകയാണെങ്കിൽ അവർ പറയുന്ന കള്ളമാണ്. നമ്മളിപ്പോഴും കത്തോലിക്ക സഭയിൽ തന്നെയുണ്ട്, നമ്മൾ ഒരു സഭയും വിട്ടുപോയിട്ടില്ല. നമുക്കിതൊക്കെ മാറ്റി അവിടെ ഒരു വചനം തുറന്നു വെച്ചു, 2 തിരി അപ്പുറവും ഇപ്പുറവും കത്തിച്ചു വെച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രെയർ റൂമാണെന്ന് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രം. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം, ഞങ്ങൾ പെന്തക്കോസുകാരല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ആ വചനം ഞങ്ങൾക്ക് വിഗ്രഹമൊന്നുമല്ല. ആ വചനം എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങൾക്ക് വിഗ്രഹമാകത്തില്ല, അതിനെ തൊട്ട് വണങ്ങാനോ ഒന്നുമല്ല. ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് അവിടെ അങ്ങനെ ചെയ്തു. അത്രയും മാത്രമേ ഉള്ളൂ. ഒരു കുരിശ് കർത്താവിൻ്റെ ചിഹ്നമായിട്ട്, ഒരു ഐക്കണായിട്ട്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചിഹ്നം എന്നുള്ള രീതിയിൽ ഒരു കുരിശും ഞങ്ങളുടെ പ്രെയർ റൂമിൽ വെച്ചു. പുരോഹിതന്മാർ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്, കന്യാസ്ത്രീകൾ ഇപ്പോഴും വരുന്നുണ്ട്. അവരാരും എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഈ താടിക്കാരനെയോ ഈ മാതാവെന്ന് പറഞ്ഞ് വെച്ചിരുന്ന ആ രൂപമോ, അതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ പിൽക്കാലത്ത് സഭയിലേക്ക് കടന്നു വന്ന ആരുടെയൊക്കെയോ ഭാവനയിലുണ്ടായ ചിത്രങ്ങളാണ്, രൂപങ്ങളാണ്. യേശുവിൻ്റേതെന്ന് കരുതി നമ്മൾ വെക്കുന്ന ചിത്രത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കുകയാണെങ്കിൽ ഡാവിഞ്ചിയിൽ ചെന്ന് നിൽക്കും. ഡാവിഞ്ചി യൂദാസിനെ ചിത്രീകരിക്കാനായിട്ട് യേശുവിനെ വരച്ചിരുന്ന അതേ ആളെ തന്നെയാണ് യൂദാസിനെ ചിത്രീകരിക്കാനായിട്ട് മോഡലാക്കി ഇരുത്തിയത് എന്നുള്ള ആ ചരിത്ര സംഭവങ്ങളൊന്ന് വായിക്കുമ്പോഴത്തേക്കും യൂദാസിനെ ചിത്രീകരിക്കാൻ ഇരുത്തിയത് ഒരു കൊലയാളിയാണ്. തൻ്റെ കാമുകിയെ കൊന്നതിന് വേണ്ടിയിട്ട് ശിക്ഷയ്ക്ക് വിധിച്ച ഒരു കൊലയാളിയാണ് യേശുക്രിസ്തുവിനെ വരയ്ക്കാനായിട്ടും അദ്ദേഹം മോഡലാക്കിയിരുത്തത്. അപ്പോൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഞാൻ തിരി കത്തിച്ചിരുന്നത്, ഇത്രയും നാളും തിരി കത്തിച്ചിരുന്നത് ഈ മനുഷ്യനായിട്ടുള്ള മർത്യൻ, അതായത് നശിച്ചു പോകുന്ന മർത്യനെയാണ് ഞാൻ ദൈവമായിട്ട് കരുതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിത്രമായിട്ട് കരുതി അതിനെ പൂജിക്കുകയും അതിനെ ചന്ദനത്തിരിയും ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും മാലയിടുകയും ഒക്കെ ചെയ്ത്, സീറോ ബൾബ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇട്ട് ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്തത്. CCCയിൽ എഴുതിയേക്കുന്നു, ഈ ആരാണോ ആ ചിത്രത്തെ കാണിക്കുന്നത് അവനിലേക്ക് അതിൻ്റെ ആരാധന, അതിൻ്റെ വണക്കം ചെല്ലുമെന്ന്. ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഒട്ടും ആലോചിച്ചില്ല, വേണ്ട മുൻകരുതലുകൾ എടുത്തു. ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് വരെയും കത്തോലിക്ക സഭയുടെ
ഞങ്ങളുടെ ഇടവകയുടെ കീഴിലുള്ള ഫാമിലി യൂണിറ്റുള്ള പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഇന്നും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ആ പ്രാർത്ഥനകളെല്ലാം നടന്നു. പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഇടവക ജനവും എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ആരും ചോദിച്ചില്ല എന്തുകൊണ്ട് ഇവിടുന്ന് ഈ താടിക്കാരനെയും മറ്റേ മാതാവെന്ന് പറഞ്ഞു വെച്ചിരുന്ന രൂപവും മറ്റു രൂപങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല എന്ന് ആരും ചോദിച്ചില്ല. കാരണം എല്ലാവർക്കും സത്യം അറിയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പല ബിസിനസ്സുകളും പൊളിയും എന്നുള്ള രീതിയിൽ ആരും ഈ സത്യത്തെ തുറന്നു പറയാനായിട്ട് ചങ്കൂറ്റം കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഭ മാറുകയോ ഹോള് മാറുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്കുള്ള ദൈവീകമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും നോ പറയാനായിട്ട് നമ്മുടെ വിശ്വാസ ധീരത, വചനത്തിൽ ബേസ് ചെയ്തിട്ടുള്ള, വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സത്യങ്ങളിലേക്ക് നമ്മളെ നയിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, അവൻ്റെ വചനമാണെന്ന് താഴേക്ക് നമ്മൾ വായിക്കുന്നു. വചനം ആണ് സത്യം, അല്ലാതെ വട്ടമേശ കൂടിയിരുന്ന് വോട്ടിട്ട് തീരുമാനിക്കുന്ന സൂനഹദോസിന്റെ തീരുമാനങ്ങളല്ല സത്യം. പലതും നല്ലതിനായിരിക്കാം, പക്ഷെ എല്ലാം സത്യമല്ല. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞേക്കുന്നത് എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് ചെല്ലാനായിട്ട് കാരണമായിരിക്കുന്ന ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവവചനത്തിന് എതിരായി നിൽക്കുന്നതാണ് നമ്മുടെ ആചാരങ്ങളെങ്കിലും അത് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് മാറ്റാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റാനായിട്ട് ചങ്കൂറ്റം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയുടെ നവീകരണത്തിൽ നമ്മൾ തന്നെ ഒരു ചുക്കാൻ പിടിക്കുന്നതിനും നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിനും കാരണമാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.